72 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടിക്ക് 400 മീറ്റർ നീളമുള്ള പാലം കടക്കണം. തീവണ്ടിക്ക് 100 മീറ്റർ നീളമുണ്ട്. ശ്രദ്ധിക്കണം, നമ്മുടെ ആവശ്യം 400 മീറ്റർ നീളമുള്ള ഒരു പാലം 100 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് കടക്കണം. തീവണ്ടിയുടെ സ്പീഡ് 72 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഈ പാലം കടക്കാൻ എത്ര സമയം വേണം? ഇതാണ് ചോദ്യം. ചോദ്യം നല്ലോണം മനസ്സിലാക്കണം. 100 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് 400 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം വേണം? അപ്പോൾ ആദ്യം നമ്മളൊന്ന് ആലോചിക്കണം. പാലത്തിന് 400 മീറ്റർ നീളമുണ്ട്. തീവണ്ടി 400 മീറ്റർ സഞ്ചരിച്ചാൽ പാലം കടക്കോ? ഇല്ല. അന്നേരം തീവണ്ടിയുടെ 100 മീറ്റർ ഇപ്പത്താ കിടക്കുന്നേ. അപ്പോൾ 400 100ഉം 500 മീറ്റർ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ തീവണ്ടിക്ക് പാലം കിടക്കാൻ പറ്റൂ. അപ്പൊ തീവണ്ടി സഞ്ചരിക്കേണ്ട ദൂരം 500 മീറ്റർ ആണ്. ഈ 500 മീറ്റർ കിട്ടിയത് മനസ്സിലായില്ലേ? 400 മീറ്റർ പാലത്തിന്റെ നീളവും 100 മീറ്റർ തീവണ്ടിയുടെ നീളവും. അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചാൽ തീവണ്ടിക്ക് പാലം കടക്കാം? 500 മീറ്റർ സഞ്ചരിക്കണം. അത് മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ പറയാം. 72 കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് വണ്ടി ഓടുന്നത്. പാലം കടക്കാൻ സെക്കൻഡുകളെ വേണ്ടു. അതുകൊണ്ട് 72 കിലോമീറ്റർ പെർ മണിക്കൂർ എന്നതിനെ സെക്കൻഡിലേക്ക് മാറ്റണം. അതിന് കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കാക്കാൻ 10 കൊണ്ട് ഗുണിച്ച് 36 കൊണ്ട് ഹരിക്കണം. അത് ഓർത്ത് കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. 72നെ 10 കൊണ്ട് ഗുണിച്ച് 36 കൊണ്ട് ഹരിക്കണം. അപ്പോൾ അത് മീറ്റർ പെർ സെക്കൻഡിലാവും. 72നെ 10 കൊണ്ട് ഗുണിച്ചാൽ 720, 36 കൊണ്ട് ഹരിക്കാം. 72 36 2 പ്രാവശ്യം 2 36 72. 0 നമ്മൾ താഴ്ക്കാറില്ല. അതായത് ഈ തീവണ്ടി 20 മീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കും. എത്ര സഞ്ചരിക്കും? 20 മീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ 500 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? 500/20. 500നെ 20 കൊണ്ട് ഹരിച്ച് നോക്കാം. 50ൽ 20 2 പ്രാവശ്യം 2 20 40. 0. 100ൽ 20 5 പ്രാവശ്യം. എത്ര വേണം? 25 സെക്കൻഡ് കൊണ്ട് തീവണ്ടി പാലം കിടക്കും. ഓക്കെ, അപ്പോൾ 100 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് 400 മീറ്റർ നീളമുള്ള ഒരു പാലം കിടക്കാൻ 72 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ ഓടിയാൽ 25 സെക്കൻഡ് വേണം. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. 144 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി 100 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കണം. 100 മീറ്റർ തീവണ്ടിക്ക് നീളമുണ്ട്. 100 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് 100 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കണം. 144 കിലോമീറ്റർ പെർ മണിക്കൂറാണ് അതിന്റെ വേഗത. എന്നാൽ അതിന് എത്ര സമയം വേണം? അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. പാലത്തിന്റെ നീളം 100, തീവണ്ടിയുടെ നീളം 100, സഞ്ചരിക്കേണ്ട ദൂരം 200 മീറ്റർ. കിലോമീറ്റർ അല്ല, മീറ്റർ. 144 കിലോമീറ്റർ പെർ മണിക്കൂറിൽ ഓടുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും നോക്കാം. 144 ഇൻറ്റു 10/36. 144നെ 10 കൊണ്ട് ഗുണിച്ചാൽ ഒരു 0 ചേർത്താവണം അതിൽ നിന്ന് നമുക്കറിയാം.
144 കൂടെ ഒരു 0 ചേർത്തു. 36 കൊണ്ട് 144 36 4 പ്രാവശ്യം. 4 4 10 4 6 24 2 3 4 12 2 14 പൂജ്യത്തിനെ കയറ്റണം. അപ്പം ഇത് 40 മീറ്റർ സെക്കൻഡിൽ സഞ്ചരിക്കും. സഞ്ചരിക്കേണ്ട ദൂരം 200 മീറ്റർ ആണ്. ഒരു സെക്കൻഡിൽ 40 മീറ്റർ സഞ്ചരിക്കും. അപ്പോൾ 200 മീറ്ററിൽ എത്ര 40 മീറ്റർ ഉണ്ട് എന്ന് നോക്കണം. 200ൽ 40 എത്ര പ്രാവശ്യമുണ്ട് എന്ന് നോക്കിയാൽ 200ൽ 40 5 0 0 5 4 20 5 പ്രാവശ്യമുണ്ട്. 5 സെക്കൻഡ് കൊണ്ട് തീവണ്ടി പാലം കിടക്കും. ഈ 2 ചോദ്യങ്ങളും വളരെ നന്നായി ആലോചിച്ച് മനസ്സിലാക്കുക. എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരു പാഠഭാഗമാണിത്. അപ്പം നാളെ ഞാൻ ഇത്തരം 4 ചോദ്യങ്ങൾ ക്ലാസ്സിൽ ഞാൻ ചെയ്ത് കാണിക്കും. എന്നിട്ടാണ് പരീക്ഷ എഴുതുന്നത്. ഓക്കെ, മറ്റന്നാൾ ശനിയാഴ്ച ഉച്ചവരെ ക്ലാസ്, ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ. ഉച്ചയ്ക്ക് മുമ്പേ ഇത്തരം 5 കണക്കുകൾ ഞാൻ ബോർഡിൽ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കും. എന്നിട്ടാണ് പരീക്ഷ. മുൻകൂട്ടി ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഓക്കെ മക്കളെ, ഏറ്റവും പ്രധാനം പട്ടികയാണ് എന്ന് ആലോചിക്കണം. ശനിയാഴ്ച 10 മണി തൊട്ട് 12 മണി വരെ ക്ലാസ്, ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ. സാധാരണ വിടുന്നത് പോലെ 3:30 എല്ലാവരെയും ക്ലാസ് വിടും. ഉച്ചഭക്ഷണം കൊണ്ടുവരണം. ഓക്കെ, താങ്ക് യു.